മാർച്ച് 21 ശനിയാഴ്ച. യോഹന്നാൻ 7:40 മുതൽ 52 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ വായനയിൽ നിക്കോദേമോസ് പ്രത്യക്ഷപ്പെടുന്നത് കാണാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അദ്ദേഹം 3 സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യം വരുന്നത് സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ. ഒരു രാത്രി അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ യേശുവിനോട് പൂർണ്ണമായി തൻ്റെ ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മൂന്നാമത് പ്രത്യക്ഷപ്പെടുന്നത് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്താണ്. അരിമത്യായിലെ ജോസഫിൻ്റെ കൂടെ അദ്ദേഹത്തെ കാണാം. അവർ ഒരുമിച്ചാണ് യേശുവിന് മാന്യമായ ഒരു ശവസംസ്കാരം നടത്താൻ ഒരുങ്ങുന്നത്. യോഹന്നാൻ്റെ മുഴുവൻ സുവിശേഷം ഉൾക്കൊള്ളുന്ന യേശുവിൻ്റെ അടുത്തേക്ക് അവൻ ഒരു യാത്രയിലാണെന്ന് പറയാം. ഇന്നത്തെ സുവിശേഷത്തിലെ നിക്കോദേമോസ് യേശുവിനെ കാണുന്ന രണ്ടാമത്തെ ഭാഗമാണ്. നിക്കോദേമോസ് ഒരു ഫരിസേയനാണ്. എന്നിരുന്നാലും യേശുവിനെ കുറിച്ച് ഇതിനകം തന്നെ മറ്റ് ഫരിസേയരെ വെല്ലുവിളിക്കാൻ പോരുന്ന ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങ് വടക്കുള്ള വിദൂര പ്രദേശമായ ഗലീലിയയിൽ, അതായത് ജെറൂസലമിൽ നിന്ന് വളരെ അകലെയുള്ള ആ സ്ഥലത്ത് നിന്നുള്ള വ്യക്തികളെ ഫരിസേയർ തള്ളിക്കളഞ്ഞിരുന്നു. യേശുവിനെ കുറിച്ച് ഒരു വിധിന്യായം എഴുതുന്നതിന് മുമ്പ് അവൻ്റെ വാദം കേൾക്കണമെന്ന് നിക്കോദേമോസ് നിർബന്ധിക്കുന്നു. സഹ ഫരിസേയരുടെ പ്രബലമായ വീക്ഷണത്തിന് വിരുദ്ധമായ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്ന അദ്ദേഹം തൻ്റെ കൂടെയുള്ളവരുമായി തെറ്റുന്നു. അത്തരം ആളുകൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് പോലെ സമവായത്തിനെതിരെ അദ്ദേഹം സംസാരിക്കുന്നത് പരിഹാസത്തിന് കാരണമാകുന്നു. താങ്കളും ഗലീലിയിൽ നിന്നാണോ എന്നുള്ള ഒരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. യേശുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ ബന്ധം അത് മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടു. യേശുവുമായുള്ള നമ്മുടെ ബന്ധം വളരുമ്പോൾ പലപ്പോഴും ഒരു വലിയ വില നൽകേണ്ടി വരുമെന്ന് നിക്കോദേമോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സമപ്രായർക്കിടയിൽ നമ്മളൊരു ഒറ്റപ്പെട്ട ശബ്ദമായി നമ്മെ തന്നെ കണ്ടെത്തിയേക്കാം. പ്രിയപ്പെട്ടവരെ, അത്തരം സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മോടൊപ്പമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിലെ വാക്കുകൾ നമുക്ക് ആവർത്തിക്കാം. ദൈവം എന്നെ സംരക്ഷിക്കുന്ന പരിചയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഓളച്ചൻ CSSR ഫ്രം ഗോവ.